ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളൊക്കെയല്ലേ വരുന്നത്. നമുക്കിന്ന് പുതിയ നല്ലൊരു റൈസ് റെസിപ്പി നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ള സ്വീറ്റ് കോൺ കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ റൈസ് ഉണ്ടാക്കുന്നത്. സ്വീറ്റ് കോൺ കൊണ്ടുള്ള എൻ്റെ മൂന്നാമത്തെ റെസിപ്പിയാണിത്. കുറേ മുന്നേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടറി സ്വീറ്റ് കോണും സ്വീറ്റ് കോൺ പുഡിങ്ങും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ഈ റൈസ് ഉണ്ടാക്കാൻ വളരെ ഈസി ആയതുകൊണ്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ കറികളൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ടിഫിനായിട്ട് നമുക്കിത് കൊടുത്തേക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂ. അപ്പം ഇനി നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഞാൻ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 6 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്തതായി ഒരു പാത്രം ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ റൈസിലേക്ക് ചേർക്കുന്ന ഉപ്പ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ബട്ടർ മെൽറ്റ് ആയാലും നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ റൈസിൽ ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ബട്ടറിലൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കൊരു സബോള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ സബോള ആണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം. സബോള ചെറുതായി ഒന്ന് വഴന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രോസൺ കോണാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 400 ഗ്രാം ഉണ്ട്. നിങ്ങൾ ഫ്രഷ് കോണാണ് എടുക്കുന്നതെങ്കിൽ അധികം മൂക്കാത്ത ചള്ള് കോൺ നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. കോൺ ഒരു പകുതി വേവായാലും നമുക്കിതിലേക്ക് 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ റൈസിൻ്റെ കൂടെ എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ സ്റ്റോക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. കോൺ മുഴുവനായിട്ട് വെന്ത് കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച 3 കപ്പ് ബസ്മതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അരി ചെറുതായി ഒന്ന് വറുക്കണം. ആ ബട്ടറിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് അരിയിൽ നല്ല പോലെ വരണം. അരിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ചിക്കൻ സ്റ്റോക്കിൽ കുറച്ച് ഉപ്പ് ഓൾറെഡി ഉള്ളത് കൊണ്ട് ഉപ്പ് അതിനനുസരിച്ച് മാത്രം ചേർക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് റൈസ് വേവിക്കാം. റൈസിലെ വെള്ളം പകുതി ഒന്ന് വറ്റിയാൽ നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ റൈസിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം ചൂടോടെ കൂടെ സെർവ് ചെയ്യാം. ബട്ടറിൻ്റെ വെളുത്തുള്ളിയുടെ ഫ്ലേവറിലുള്ള റൈസും പിന്നെ അതിൻ്റെ ഒപ്പം സ്വീറ്റ് കോൺ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ റൈസിന് ഉണ്ടാവുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. എൻ്റെ മറ്റേ 2 സ്വീറ്റ് കോണിൻ്റെ റെസിപ്പി കിട്ടാനായിട്ട് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.